Ciao, buongiorno. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫിഷിങ്ങും ട്രാവലിംഗ് ഒന്നുമല്ല. നമ്മുടെ ഒരു ദിവസത്തെ വർക്കിൻ്റെ കാര്യങ്ങൾ ഒന്ന് കാണിക്കാം എല്ലാവരും. എന്തൊക്കെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നടക്കുന്നത്, നമ്മുടെ റെസ്റ്റോറൻറ്റ് കിച്ചണിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, എന്നാലും കഴിയുന്നതും പറ്റുന്ന പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, രാവിലെ എനിക്ക് 8:30 വർക്ക് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പരിപാടി നേരെ ഏപ്രിൽ എടുത്ത് കെട്ടുക, തലേദിവസം രാത്രി കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ എടുത്ത് എല്ലാം അതത് സ്ഥലങ്ങളിലേക്ക് സെറ്റ് ചെയ്യുക. അതാണ് രാവിലത്തെ മെയിൻ പരിപാടി. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ രാത്രി തന്നെ ചെയ്തിട്ട് പോകണ കാരണം വേറെ പ്രത്യേകിച്ച് ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ല. എല്ലാ സാധനങ്ങളും പാത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുക. അത് തന്നെ ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ പോകും, സമയം പോകും. എല്ലാം പല ടൈപ്പ് സാധനങ്ങളാണ്. ഫോർമൽ വെക്കുന്നത്, നമ്മുടെ ബേക്കിംഗ് മെഷീനിലായിട്ടൊക്കെ വെക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ അടുപ്പിൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള പാത്രങ്ങൾ. അടുപ്പിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ മാക്സിമം എല്ലാം തന്നെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എല്ലാം കഴുകി റാക്കിലേക്ക് കയറിയിട്ടുണ്ടാവും. കൂടുതലും ഈ ഫോർമൽ വെക്കുന്ന ഐറ്റംസ്, അതായത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഓവനിലൊക്കെ വെക്കുന്ന പാത്രങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ. പിന്നെ ഗസ്റ്റിന് ഫുഡ് സെർവ് ചെയ്യാനായിട്ട് ഈ ബേക്ക് ചെയ്തെടുക്കുന്ന സാധനങ്ങൾ, ഓവനിൽ വെച്ചെടുത്ത സാധനങ്ങളെല്ലാം രണ്ടാമത് നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പാത്രങ്ങളാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും കൂടുതൽ നമുക്ക് മീൻസ് അതൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലും കഴുകാനുണ്ടാകുന്നത് രാത്രി ക്ലീനിങ്ങിനായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ അത് ഓരോന്നെടുത്ത് നേരെ ഓരോ റാക്കിലും കാര്യങ്ങളായിട്ടൊക്കെ വെക്കുക. ചുവന്നുകൊണ്ട് പോകുന്ന വലിയ സംഭവം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സാധനം. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ ഗ്രീസ്, അതായത് ഈ എണ്ണ മെഴുക്കെല്ലാം പിടിച്ചിരിക്കുന്നത് അതിലാണ്. ആ റാക്കിൻ്റെ മേളിൽ തന്നെ കാണുന്നത് വലിയൊരു ഓവനാണ്. ആ ഓവൻ്റെ അകത്ത് ഈ ട്രേ കയറ്റി വെച്ച് അതിൽ ചിക്കൻ, അതുപോലെ തന്നെ പോർക്ക്, പിന്നെ നമ്മുടെ പത്താത്ത, ഉരുളക്കിഴങ്ങ്, ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ഓവനിൽ വെച്ച് ചെയ്തെടുക്കുന്ന ഒരു മെഷീനാണത്. അത് 20 മിനിറ്റ് 40 മിനിറ്റ് ഇട്ടൊക്കെ ഇത് ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ സൈഡിലും അവിടെ ഇട്ടൊക്കെ കംപ്ലീറ്റ് കരിയും എഴുക്കും എല്ലാം ഉണ്ടാവും. ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ എങ്ങനെയാണെങ്കിലും പിടിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളവും അതുപോലെ കന്തജീന എന്ന് പറയും, ക്ലോറിൻ, അതും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ലിക്വിഡ് സോപ്പ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നേരെ ഒരു സൈഡിൽ മാറ്റി വെച്ച് വെക്കും. ഒരു 3 ട്രേ ഉണ്ട്. അതിൽ മിക്കപ്പോഴും 2 ഉണ്ടാവും കഴുകാനായിട്ട്. അങ്ങനെ അതെടുത്ത് മാറ്റി വെള്ളം ഒഴിച്ച് വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും പതുക്കെ സ്ക്രബ്ബറിട്ട് വരച്ച് അതങ്ങോട്ട് ക്ലീൻ ആക്കും. അപ്പോൾ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഏകദേശം അത് നല്ലപോലെ അതിൻ്റെ മെഴുക്കൊക്കെ ഈ ഫ്ലോറിനൊക്കെ ഇട്ട് വെച്ചേക്കണം, നല്ലപോലെ മെഴുക്കൊക്കെ ഒത്തിരി ഇളകിയിരിപ്പുണ്ടാവും. ഭക്ഷണം കഴിഞ്ഞിട്ടായിരിക്കും കൂടുതലും ഞാനത് കഴുകി വെക്കാറുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ സമയമുള്ള പോലെ നോക്കിയിട്ട് അത് ചിലപ്പോൾ നേരത്തെ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കും. എന്നിട്ട് അത് പതിയെ ക്ലീൻ ചെയ്ത് എല്ലാം തട്ടി കയറ്റി വെക്കണം. അപ്പോൾ ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ആ പാത്രങ്ങളൊക്കെ കുറച്ച് പുറത്തായത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ കയ്യിലുകളും കാര്യങ്ങളൊക്കെ സെർവിങ്ങിനായിട്ട് എടുക്കുന്ന, കുക്കിങ്ങിനായിട്ട് എടുക്കുന്ന നമ്മുടെ കയ്യിലുകളും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം ഒരു എന്താ പറയുക, ഒരു സൈഡിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് ഷെഫ് നിർത്തി ഇങ്ങനെ വെച്ചേക്കുക. ഓരോ സൈസ് അനുസരിച്ചിട്ട് ഓരോ ഡിസൈൻ അനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുക. അവിടെ എല്ലാം എടുത്ത് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പുള്ളി നമ്മളേക്ക് ചോദിക്കും, അജീഷ് എവിടെ, ഇതെവിടെ പുള്ളിയുടേതായിട്ടുള്ള ഒരു ഇതുണ്ട്. എല്ലാം ഓരോരോ സ്റ്റൈലിൽ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. പുള്ളിക്ക് അവിടെ തന്നെ കാണുന്നതല്ല, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഷെഫ് വരാൻ സമയമായിട്ടില്ല. ഞാൻ വന്ന് ഏകദേശം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ മേളിൽ നമുക്ക് ഒരു പാൻട്രി ഉണ്ട്. താഴത്ത് കിച്ചൺ, മേളിൽ പാൻട്രി. അപ്പോൾ പാൻട്രിയിൽ ഒരു പയ്യനുണ്ട്, ഒരു ശ്രീലങ്കക്കാരനൊരു പയ്യനുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിന് 7:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവൻ വരും. അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴുള്ള കുറേ ഗ്ലാസ്സുകളും ചെറിയ ചെറിയ പ്ലേറ്റുകളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാനൊന്ന് അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മേളിലേക്ക് പോകും.
ആ സമയമാകുമ്പോഴേക്കും ഏകദേശം ഷെഫ് എത്താറായിട്ടുണ്ടാവും. ഒരു 8:45 9 മണി ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും ഷെഫ് എത്തും. ഇന്നിപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ എടുത്ത് ഒതുക്കി വെക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിട്ടും ഷെഫ് എത്തിയിട്ടില്ല. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു, ആളെ കാണാനില്ല. ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ. ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ മേളിലേക്ക് പതുക്കെ പോയിട്ട് അവിടെ ചെന്ന് നോക്കണം. ഇത് ഈ ആഴ്ചത്തെ മെയിൻ പണി കിടക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ അത് നോക്കിയിട്ട് വേണം എനിക്ക് എന്തൊക്കെ പണിയുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ. കാരണം ഇവിടെ കൂടുതലും ടൊമാറ്റോ, അതുപോലെ തന്നെ പൊമുതോറി മീൻസ് പതാത്ത, നമ്മളെ ഉരുളക്കിഴങ്ങ്, ഇതിൻ്റെ പരിപാടിയായിരിക്കും കൂടുതൽ വേണ്ടത്. അപ്പോൾ അത് പീൽ ചെയ്യാനോ കട്ട് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഈ ചാർട്ട് നോക്കിയിട്ട് വേണം എനിക്ക് ചെയ്യാൻ. മേളിൽ ചെന്നപ്പോഴേക്കും ചെക്കൻ ഗ്ലാസ്സൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് കഴുകലും പിടുത്തവും കാര്യങ്ങളൊക്കെ തുടങ്ങി. പ്ലേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കഴുകി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഗ്ലാസ് കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന്. സംഭവം സ്മെല്ല് നോക്കിയത് വേറൊന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസം ഏതൊരു കസ്റ്റമർ എന്തോ ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ് എടുത്തപ്പോഴേക്കും അതിനകത്ത് അവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന എന്തോ ഒരു ഫുഡ് വെച്ച് കഴിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ കഴുകുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റുമല്ലോ എന്താണ് അതിൻ്റെ അകത്ത് ഉള്ളത്, അല്ലെങ്കിൽ എന്ത് സ്മെല്ലാണ് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒരു വെറൈറ്റി, അതായത് ഒരു വേറിട്ടൊരു സ്മെല്ല് വന്നപ്പോഴേക്കും നമുക്ക് ഡൗട്ടായി. ഇനിയിപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങിൻ്റെ എന്തെങ്കിലും അപാകതയാണോ എന്താണെന്ന് നമുക്ക് ഒരു ചെറിയ ഡൗട്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഓണറിന് വന്നപ്പോഴേക്കും പുള്ളി വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ പുള്ളി പറഞ്ഞു ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യണം, സ്മെല്ല് നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ചെറിയ ഗ്ലാസ്സുകൾ, അതായത് കോഫി ബൗള്, അതുപോലെ ചെറിയ പ്ലേറ്റുകളുണ്ടാവും, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മെല്ല് നോക്കിടക്കും. ഓക്കെ, മേളിൽ അവൻ്റെ ഹെൽപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ താഴത്ത് എൻ്റെ പണികൾ തുടങ്ങി. ഞാൻ താഴത്തെപ്പോൾ തന്നെ ഷെഫ് ഒരു എന്താ പറയുക, ഒരു ചെരുവ് നിറച്ച് മുട്ട എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ നമ്മുടെ എന്താ പറയുക, തൊലി പൊളിച്ച് കളഞ്ഞ് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് മേളിൽ ഫ്രിഡ്ജിൽ കൊണ്ട്, പാൻട്രിയിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവരണം. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്നത് ആ മുട്ടയായിരിക്കും കൂടുതലും. ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാ ടേബിളിലേക്കും പോകുന്നത് നമ്മൾ ഇവിടുന്ന് റെഡിയാക്കിയിട്ടുള്ള സാധനങ്ങളാണ്. താഴത്ത് റെഡിയാക്കും, മേളിൽ കൊണ്ട് ഫ്രിഡ്ജിൽ അവിടെ ഇട്ടൊക്കെ അവർ കൺസർവ് ചെയ്ത് വെക്കും. അവിടെ നിന്ന് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അന്തരാശ്രമിക്ക് എടുക്കും. അപ്പോൾ മുട്ട പൊളി അത് കുറച്ച് നേരം ഉണ്ടാവും. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എനിക്ക് സമയങ്ങളാണുള്ള ഒരു പരിപാടിയാണ് ഈ മുട്ട പൊളിക്കുന്നത് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഞാൻ എടുക്കാൻ പറ്റിയില്ല. അത് വന്നിട്ട് നമ്മുടെ കോർണത്തോയും കട്ടൻ ചായയായിരുന്നു. അപ്പോൾ കോർണത്തോയും കട്ടൻ ചായയും കഴിച്ച് ഒന്നും ആകിയൊന്നുമില്ല, ഓരോന്നേ കഴിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ സംഭവമൊന്നുമില്ല. പിന്നെ ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ ഇതുപോലെ മുട്ട ഇങ്ങനെ പുഴുങ്ങിയ മുട്ട പൊളിക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക വയറ്റിലേക്ക് ചെല്ലണത്. അത് താമസിയാതെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അതിനിടയിൽ ഓണർ വന്ന്, അപ്പോൾ പുള്ളി വന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നോക്കി, ഈ മൊബൈലൊക്കെ ഇരിക്കുന്നത് പതിയില്ലാണ്ട് എന്നൊക്കെ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് പോയി. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പണി എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇതൊന്നും നടക്കുന്നുണ്ട്, ആർക്കും ഒരു ശല്യമില്ല, ഒരു സൈഡിലിരിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ മുട്ടപൊളി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനൊരു ഷെഫ് എന്തോ കാര്യം പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് എന്ത് ചോദിച്ച്, ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യം എന്തോ ആയിരുന്നു, ഓർക്കുന്നില്ല. അപ്പോൾ അത് പറഞ്ഞങ്ങനെ പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ മുട്ട പൊളിച്ചിരിക്കുന്ന സമയത്ത് പുള്ളിയും കയറി വരും. ഇന്നെന്തോ പുള്ളിക്ക് ഭാഗ്യമില്ല, ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ പുള്ളിനെയും കൂടി ഉൾപ്പെടുത്തായിരുന്നു. പുള്ളി ഇടയ്ക്ക് വന്നിട്ട് ഓരോ മുട്ടയൊക്കെ ഇങ്ങനെ നോക്കും. ആൾ നല്ല എന്താ പറയുക ഫുഡ് കോൺഷ്യസ് ഉള്ള ആളാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തിനായിട്ടൊക്കെ പുള്ളി തന്നെ വെക്കുന്നത് ഫുഡും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പുള്ളി ടേസ്റ്റ് ചെയ്യും, ഇടയ്ക്ക് എനിക്ക് കൊണ്ടുവന്ന് തരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനായിട്ടൊക്കെ കൊടുക്കലും വാങ്ങലൊക്കെ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നിപ്പോൾ പുള്ളി ഞാൻ പുഴുങ്ങിയ മുട്ട പൊളിക്കുന്ന സമയത്ത് പുള്ളി വന്നില്ല. ഞാൻ കുറച്ച് നേരം നോക്കി, തിരിഞ്ഞ് നോക്കി, പക്ഷേ പുള്ളി അവിടെ എന്തോ കാര്യമായിട്ടുള്ള കുക്കിങ്ങിൻ്റെ പരിപാടിയാണ്. അതാണ് പിന്നെ ഞാനും അങ്ങോട്ട് നോക്കാൻ പോയില്ല. ഇടയ്ക്ക് നോക്കി, പുള്ളി വന്നിട്ടില്ല എന്നുള്ളത് കണ്ടില്ലേ. പുള്ളി അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് പുറകിൽ. അപ്പോൾ അതിനിടയിൽ നമ്മൾക്ക് ഉള്ളൊരു ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കുള്ളൊരു ചടങ്ങെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുട്ടയിൽ ഏതെങ്കിലുമൊക്കെ പൊളിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അതായത് പൊളിഞ്ഞ് നല്ല ക്ലീനായിട്ട് കിട്ടാണ്ട് പൊളിഞ്ഞു പോകും. ആ മുട്ട നമുക്ക് കളയാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യും, നമ്മൾ കഴിക്കും.
അങ്ങനെ വെറുതെ മുട്ട കളയാൻ പാടുണ്ടോ? ഭക്ഷണ സാധനമല്ലേ, കളയാൻ പാടുണ്ടോ? കളയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കഴിക്കും. അപ്പോൾ ആ ഒരു മുട്ട പുഴുങ്ങി എടുത്ത് അത് ഇതേപോലെ പൊട്ടി വരുന്ന മുട്ട എടുക്കുക, കഴിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ അടക്കമുള്ള കലാപരിപാടികൾ. അത് ആശാനം കൂടാറുണ്ട്. ആശാനടക്കം വരും, നമുക്ക് നോക്കും. ഇന്ന് പുള്ളി ഭയങ്കര തിരക്കാണ്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു മുട്ട പുഴുങ്ങി വെച്ചാൽ കണ്ട അപ്പോൾ പുള്ളി വരും. ഓടി വന്നിട്ട് ഒരു 1-2 മുട്ട എടുത്തിട്ട് അതിൻ്റെ മഞ്ഞക്കുരു കളഞ്ഞ് അതെടുത്ത് കഴിക്കും. അതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. ഒരു സമയം പോകും. പിന്നെ മുട്ട നന്നായിട്ട് പുഴുങ്ങിയിട്ടുണ്ടോ വെന്തിട്ടുണ്ടോ ഒന്നും നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. അപ്പോൾ അതും കൂടിയാണ് കേട്ടോ, അല്ലാണ്ട് മുട്ട തിന്നാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ആ മുട്ടയുടെ കാര്യത്തിൽ തീരുമാനമായി. കുഴപ്പമില്ല, നല്ലോണം വെന്തിട്ടുണ്ട് മുട്ട. അപ്പം ഞാൻ ആ ഒരു മുട്ടയും കഴിച്ചുകൊണ്ട് ബാക്കിയുള്ള മുട്ട പുഴുങ്ങിയത് പൊളിച്ച് ഇന്നത്തെ ബാക്കി കലാപരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, സാധാരണ നമുക്കിവിടെ ഏകദേശം ഒരു 35-40 ഗസ്റ്റൊക്കെയാണ് വരാറുള്ളത്. നമുക്ക് ചില സമയങ്ങളിൽ മാത്രം നല്ല തിരക്കുണ്ടാവും. ഏകദേശം ഒരു 100+ ഒക്കെ നമുക്ക് ഗസ്റ്റ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നല്ല പണി. അപ്പോൾ പുഴുങ്ങി മുട്ടയെല്ലാം പൊളിച്ച് കഴിഞ്ഞ് അതിപ്പോൾ കട്ട് ചെയ്ത് 2 ട്രെയിലായിട്ട് മാറ്റി കട്ട് ചെയ്ത് അങ്ങനെ വെച്ച്, പിന്നെ ഒരു നമ്മുടെ എന്താ പറയുക, ഈ ഫുഡ് എല്ലാം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഫിലിം വെച്ചിട്ട് പൊതിയില്ലേ, ആ ഒരു ഫിലിം വെച്ചിട്ട് പൊതിഞ്ഞ് അത് ക്ലിയറാക്കി എടുത്ത് നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ കൊണ്ട് കയറ്റി വെക്കുക. അതാണ് അടുത്ത പരിപാടി. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗസ്റ്റ് കുറവാണ്, വലിയ പണിയൊന്നുമില്ല. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലുള്ള ചെറിയ ചെറിയ പണികളായിട്ടൊക്കെയാണ് നടപ്പ്. അല്ലാത്ത ദിവസങ്ങളൊക്കെ നല്ല പണിയുണ്ടാവും. അതിൻ്റെ 1-2 ക്ലിപ്സ് ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ആഡ് ചെയ്യാം. നേരത്തെ ഞാൻ എടുത്ത് വെച്ചിട്ട് 1-2 ക്ലിപ്സ് ഉണ്ട്, അപ്പോൾ അതുകൂടി ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പച്ചക്കറി അരിയലും കാര്യങ്ങളായിട്ടൊക്കെ കുറച്ച് ഉണ്ടാകാറുണ്ട് ഇടയ്ക്ക്. നല്ല തിരക്കായിരിക്കും ചില സമയത്തൊക്കെ. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മെയിനായിട്ട് കിട്ടുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ പണിയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് പീൽ ചെയ്യൽ. ഉരുളക്കിഴങ്ങ് അത് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. ഒരു ബാഗ് എന്ന് പറയുന്നത് 20 കിലോ ആയിരിക്കും. അങ്ങനത്തെ 2 ബാഗ് 3 ബാഗായിരിക്കും ചില ദിവസം വരുന്നത്. അപ്പോൾ ഇത് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഇപ്പുറത്ത് ഇത് ഡിന്നറിന് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്, അത് പാസ്തക്കുള്ള വെള്ളം വെച്ചേക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ഞങ്ങൾക്കുള്ള പാസ്തക്കുള്ള സാധനം. പിന്നെ ഇതും വന്നിട്ട് ചിക്കൻ, അത് ഓവനിൽ വെച്ചേക്കുന്നതാണ്. നൈറ്റ് നമ്മുടെ ഗസ്റ്റിനുള്ളതാണ്. ഇത് തന്നെ സംഭവം. ഞാൻ പറഞ്ഞില്ല, വലിയ പാത്രത്തിൽ ഇതാ ചിക്കൻ ഇറക്കി കഴിഞ്ഞിട്ട് കയറ്റാവുന്നതാണ്. ഉരുളക്കിഴങ്ങും അതുപോലെ ക്യാരറ്റും കൂടിയിട്ടുള്ളത്. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പാന്, ബ്രെഡ്, ലോങ് ബ്രെഡ് ഉണ്ടല്ലോ, ആ ബ്രെഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഷെഫ്. ആണ് ഭയങ്കര എക്സ്പെർട്ടാണ് ഈ ഒരു കാര്യത്തിൽ. ബേക്കറി ഐറ്റംസ്, സ്വീറ്റ്സ്, ബ്രെഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര എക്സ്പെർട്ടാണ് പുള്ളി. നല്ല ഫാസ്റ്റായിരിക്കും പുള്ളി എല്ലാ കാര്യത്തിലും. ഫാസ്റ്റ് ആൻഡ് ക്ലീനായിട്ടായിരിക്കും പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പുള്ളി ചെയ്യണത് ഇന്ന് കാണാൻ തന്നെ നമുക്കൊരു രസമാണ്. 57 വയസ്സുണ്ട് കേട്ടോ ആൾക്ക്. ഷെഫിൻ്റെ പേര് പറഞ്ഞില്ല, പുള്ളിയുടെ പേരാണ് അന്തോണി. ഇറ്റാലിയൻകാരൻ തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. വൈഫ്, ഒരു മോൻ പോലീസിലാണ്, റോമിലാണ് വർക്ക് ചെയ്യുന്നത് പുള്ളി. അപ്പോൾ ബ്രെഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഫസ്റ്റ് പരിപാടി അതാണ്. ബ്രെഡിൻ്റെ മാവെടുത്ത് നമ്മുടെ ഗ്രൈൻഡറിൻ്റെ അതിൻ്റെ ഇട്ടിട്ട് അതിൻ്റെ കറക്കണ മെഷീനുണ്ട്, അതിൻ്റെ അകത്തിട്ടിട്ട് നേരെ ബ്രെഡ് കുഴക്കാനുള്ള ബ്രെഡിനുള്ള മാവ് കുഴക്കാനുള്ള പരിപാടിയാണ് ഫസ്റ്റ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഇതെന്തിനാണ് ഇങ്ങനെ ഈ വെട്ടിട്ട് വെക്കുന്നത്. സംഭവം ഇത് ബേക്ക് ചെയ്ത് പുറത്തെടുക്കുമ്പോഴാണ് മനസ്സിലാണത് എന്തിനാണ് ആ വെട്ടിട്ടെന്നുള്ളത്. അത് ബേക്ക് ചെയ്ത് പുറത്തെടുക്കുമ്പോഴുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഷെഫ് പറഞ്ഞ് ലെമൺ കുറച്ച് വേണം. അപ്പോൾ കുറച്ച് ലെമൺ എടുത്തുകൊണ്ട് വന്നു. ലെമൺ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കൂടുതൽ ഈ പറഞ്ഞ പോലെ തന്നെ പല ഐറ്റംസിനും നമ്മൾ ലെമൺ യൂസ് ചെയ്യാറുണ്ട്. പല ഫുഡ് ഐറ്റംസിന് എല്ലാത്തിനും നമ്മൾ സാധാരണ നാരങ്ങ ജ്യൂസ് അടിക്കാനും അല്ലെങ്കിൽ സർബത്ത് അടിക്കാനല്ലോ ഉപയോഗിക്കുന്നത്. ഇവർക്ക് ഫുഡ് ഐറ്റത്തിൽ എല്ലാത്തിലും, അതായത് ഇതിൻ്റെ തൊലി, ഇതിൻ്റെ ജ്യൂസ്, അങ്ങനെ എല്ലാം ഇവർ പല പല കാര്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്.
ഐസ്ക്രീം ഉണ്ടാക്കാനും ഫുഡ് ഐറ്റത്തിനും ചില സമയങ്ങളിൽ ഈ റൈസ് നമ്മൾ ചോറുണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ചെറിയ കഷ്ണമായിട്ട് ഇതിൻ്റെ തൊലി ചെത്തിയിട്ടിട്ട് ഓറഞ്ചിൻ്റെയും ഇതിൻ്റെയും തൊലി ചെത്തിയിട്ടിട്ട് വരെ ഫുഡ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ഐറ്റത്തിനും ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് എടുക്കുന്നത് നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്നാണ്. ആ കാണുന്ന നമ്മുടെ ഹോട്ടൽ റിസോർട്ട് അതിൻ്റെ നേരെ ബാക്കിലാണ് നമുക്ക് ഈ ഒരു ഗാർഡൻ ഉള്ളത്. അടിപൊളി ഗാർഡനാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു നേരെ ചെന്നപ്പോഴേക്കും ലഞ്ചിനുള്ള ടൈമായി. അപ്പോൾ പുള്ളി അവിടെ ഡിഷൊക്കെ എല്ലാം റെഡിയാക്കി വിളമ്പി വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുന്നത് നടക്കില്ല, കാരണം ഇപ്പോൾ ബാക്കിയുള്ള സ്റ്റാഫും വരും, അതുപോലെ തന്നെ ചിലപ്പോൾ ഓണറും കയറി വരും. അപ്പോൾ അതുകൊണ്ട് നടക്കില്ല. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ ഷിഫ്റ്റ് 12:30 കഴിഞ്ഞു. നേരെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. നമ്മുടെ ശ്രീലങ്കക്കാരൻ പയ്യൻ ഫ്രണ്ടിൽ പോകണം, ഞാൻ പുറകെ. പിന്നെ എൻ്റെ റൂം അധികം ദൂരമൊന്നും കേട്ടോ. ഈ കാണുന്ന കോറിഡോർ കഴിഞ്ഞ് നേരെ തിരിഞ്ഞ് ചെല്ലുന്ന അറ്റത്താണ് എൻ്റെ റൂം. ഇതാണ് എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പത്താത്ത. പിന്നെ നമ്മളതല്ലേ പുള്ളി ബേക്കറി ഐറ്റംസിൻ്റെ കാര്യത്തിലൊക്കെ പുള്ളി ഭയങ്കര പുതിയ. അതുപോലെ എന്തെല്ലായിട്ടൊക്കെ പുള്ളിക്ക് ഇടയ്ക്ക് ഓർഡർ ഉണ്ടാവും ചെയ്യാണ്ട്, ഗസ്റ്റിന് കൊടുക്കാണ്ട്. അതിൽ കുറച്ച് ഞങ്ങൾക്കും ഉണ്ടാവും കഴിക്കാണ്ട്. പുള്ളി ഒരു എന്താ പറയുക 5 പേർക്ക് ഉണ്ടാക്കുമ്പോഴേക്കും 2 പേർക്ക് കൂടുതൽ പുള്ളി കരുതിയിട്ടുണ്ടാവും. അതേപോലെയാണ് പുള്ളിയുടെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ സംഭവങ്ങളാണ്. എല്ലാം സ്വീറ്റ്സ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം. ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻസ് മാത്രം ഉണ്ടാക്കുന്നതാണ്. പിന്നെ പറയാൻ പറ്റല്ലോ, എൻ്റെ വൈഫാണ് ആ ലെഫ്റ്റ് സൈഡിൽ അറ്റത്തേക്കുന്നത്. പുള്ളിക്കാരത്തി എൻ്റെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ്. ആൾ ഹൗസ് കീപ്പിങ്ങിൽ, ഞാൻ കിച്ചണിൽ. ഇതാണ് ചില ദിവസങ്ങളിലുള്ള രാവിലത്തെ പരിപാടി. ഇതേപോലെ ഒരു 2-3 സെക്ഷനായിട്ടുണ്ടാവും. 20-40 കിലോട്ടൊക്കെ നമ്മൾ കിഴങ്ങുണ്ടാവും. നമുക്ക് ഇതുപോലെ പീൽ ചെയ്യാനും ഇതുപോലെ സ്ലൈസ് ആക്കാനും. പിന്നെ ക്യാരറ്റ്, വഴുതനങ്ങ, പല പല പച്ചക്കറികൾ, പല ടൈപ്പ് പച്ചക്കറികൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. ഇതൊക്കെയാണ് നമുക്ക് മോർണിംഗ് ഷിഫ്റ്റിൽ നമുക്ക് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ 5:30 അടുത്ത നമ്മുടെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അന്നേരം ഡിന്നറിൻ്റെ സമയത്തുള്ള എന്തൊക്കെയാണ് നമ്മളവിടെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ അടുത്തത് വഴിയെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും വീഡിയോസ് കാണുക. ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ചേക്ക്. അതൊക്കെ നമ്മുടെ വീഡിയോസ് വരുമ്പോൾ കാണാമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. See you next time. Bye-bye.